they are watching us from the very beginning. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏലിയൻ പോർട്ടൽ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ്, പാർട്ട് 3. നിലവിൽ ഈ ചാനൽ എന്താണ്, ഇതിലെ വീഡിയോസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ടൈനി യൂണിവേഴ്സിൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പോലെ ഇതൊരു DIY മിനിയേച്ചർ ക്രിയേഷൻ, അല്ലെങ്കിൽ വലിയ വസ്തുക്കളുടെ ചെറിയ മാതൃക തയ്യാറാക്കിയെടുക്കുന്നു. വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്ത് ഒരു സിനിമാറ്റിക് രീതിയിൽ നമ്മളിതിൻ്റെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഈ രീതി പഴയകാലം മുതൽ ഫിലിംസിലൊക്കെ യൂസ് ചെയ്ത് വരുന്നതാണ്. ഇനി നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്തിനെ പറ്റിയാണെന്ന് ഞാൻ പറയാം. ഏലിയൻ പോർട്ടൽ ഓപ്പൺഡ് ഇൻ കേരള എന്ന് പറയുന്നത് ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 3ാമത്തെ പാർട്ടാണിത്. ഈ സീരീസിൽ കാണിച്ചിരിക്കുന്ന മിനിയേച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തി ഒരു കൊച്ചു ഷോർട്ട് ഫിലിം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോസ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഫോർ മോർ ടൈനി മാജിക്സ്. ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട്. ആദ്യം ഒരു സ്പേസ് ഷിപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റാർ വാർ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന സൂപ്പർ സ്റ്റാർ ഡെസ്ട്രോയർ എന്ന മോഡൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കാർഡ്ബോർഡ്സ് ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാർഡ്ബോർഡ് ഈ കാണുന്ന ആകൃതിയിൽ കട്ട് ചെയ്ത് ഗ്ലൂ ഗണ്ണും ഫെവിക്കോളും ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തു. ശേഷം എക്സോസ്റ്റ് നോസിൽ ചെയ്യാനായിട്ട് കാർഡ്ബോർഡ് സിലിണ്ടർ ഷേപ്പിൽ ചുരുട്ടിയെടുത്ത് ബാക്ക് സൈഡിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇതിനൊരു കോട്ടിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ മേടിച്ച സമയത്ത് 1/2 kg ഏകദേശം 40 രൂപയായിരുന്നു. ഇതൊരല്പം വെള്ളത്തിൽ കലക്കിയാണ് ഞാൻ യൂസ് ചെയ്തത്. ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം കയ്യിൽ ചെറിയ പൊള്ളൽ പോലെ തോന്നിയിരുന്നു. പെയിൻറ്റിങ്ങിനായിട്ട് ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ബ്ലാക്ക് ബ്ലൂ കളേഴ്സ് മിക്സ് ചെയ്ത് ഒരു മാസ്ക് പോലെ അപ്ലൈ ചെയ്തു. ഇത് ഉണങ്ങിയ ശേഷം യൂസ് ചെയ്യാത്ത പഴയ മൊബൈലിൻ്റെ ഉള്ളിലെ പീസുകൾ ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുന്നു. ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഒരു മെറ്റാലിക് ടച്ചിന് വേണ്ടിയിട്ട് സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് എർത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വൈഫാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കുന്ന ഒരു ബോളാണ്. ഏകദേശം 100 രൂപ അടുത്തേ ഉള്ളൂ ഇതിന്. ഫെവിക്കോൾ പേപ്പറിന് മുകളിലൂടെ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നു. ഇനി ഇതിൽ അല്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്തെടുക്കുന്നു. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്, എന്നാലും വൈഫ് ബാക്കിയുള്ള ജോലിയൊക്കെ മാറ്റിവെച്ച് സഹായിച്ചു. ഇതാണ് ഫൈനൽ നമ്മുടെ എർത്ത്. ഉദ്ദേശിച്ച പോലെയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. കാലങ്ങൾ കടന്നുപോയി ഒരുപാട്. നമ്മുടെ ടെക്നോളജി, കാലാവസ്ഥ എല്ലാം തന്നെ മാറി. അങ്ങനെ അവരും വന്നു. നമ്മൾ ഇല്ലയോ അതോ ഉണ്ടോ എന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന പ്രപഞ്ചത്തിലെ മറ്റൊരു സൃഷ്ടികൾ. അതെ, ഏലിയൻസ്. ദേ ആർ എക്സിസ്റ്റ്. അവർക്കും വേണ്ടത് നമ്മുടെ ഭൂമിയെ തന്നെയായോ?
ഭൂമിയിലുള്ളവരെയെല്ലാം അവർ കൊണ്ടുപോയി. എതിർത്തവരെല്ലാം മരണപ്പെട്ടു. നമ്മൾ സംശയിച്ചിരുന്ന പോലെ കൈലാസം അതൊരു ഏലിയൻ റിസർച്ച് സോണായിരുന്നു. നമ്മളെ പഠിക്കാൻ, അറിയാൻ. They are watching us from the very beginning. ഭൂമി ഇനി നമ്മുടേതല്ല. Welcome to the end or the new beginning. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പോരായ്മകളും അഭിപ്രായങ്ങളും എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. എന്നാലേ മുന്നോട്ടുള്ള വീഡിയോയിൽ അതെല്ലാം പരിഹരിക്കാൻ സാധിക്കൂ. സോ സപ്പോർട്ട്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.